ഇന്നലെ മീഡിയ വണ്ണിന്റെ ചർച്ചാ മുറിയിലിരുന്നു കൊണ്ട് ഭീകരമായ ചർച്ചകൾ മലക്കം മറിയുന്ന വി.ഡി. സതീശനെ കുറിച്ചും UDF-നെ കുറിച്ചുമായിരുന്നു അവർ വാതോരാതെ പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. വന്ദേ മാതരത്തിൽ നിന്ന് എന്തേ പിന്നോട്ടടിക്കാത്തത് എന്ന വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് UDF-നെ അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അതേ രാത്രിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും വീഡിയോ കോളിലൂടെയും കേരള പോലീസിനെയും ഭരണകൂടത്തെയും പരസ്യമായി വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി പോലീസ് വലയിലായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മീഡിയ വണ്ണിന് എന്താണ് പറയാനുള്ളത്? അപ്പോഴും മീഡിയ വൺ എന്ന ചാനൽ പറയുന്നത് ഒരു വശത്തുകൂടെ ചെന്നിത്തല പൂരപ്പറമ്പാക്കുമ്പോൾ മറ്റൊരു വശത്ത് വി.ഡി. സതീശൻ മലക്കം അറിയുകയാണ്. പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല എന്ന്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കേരള രാഷ്ട്രീയത്തിലെയും ക്രമസമാധാന പാലനത്തിലെയും വലിയൊരു വഴിത്തിരിവാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ദിവസങ്ങളോളം പോലീസ് പിടിതരാതെ എടപ്പാളിലും തൃശൂരിലും കണ്ണൂരിലുമായി മാറി മാറി ഒളിവറ്റ സങ്കേതങ്ങളിൽ തീർത്ത് ആയങ്കിക്ക് DIG K കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകിയത് തികച്ചും അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായിരുന്നു. വെല്ലുവിളിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് ഒരു വെടിയച്ച പോലും മുതിർക്കാതെ പഴുതടച്ച കണ്ണൂർ ഓപ്പറേഷനിലൂടെ പ്രതിയെ പോലീസ് അങ്ങ് തൂക്കിയെടുത്തു. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് ചെന്നിത്തല പറഞ്ഞ് അവസാനിപ്പിച്ചതിന്റെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പായിരുന്നു ഇതൊക്കെ. സൈബർ സെല്ലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും മിന്നൽ നീക്കത്തിന് മുന്നിൽ ആയങ്കിയുടെ വീരവാദങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ചുറ്റിപ്പോവുകയായിരുന്നു. പോലീസിന്റെ ആത്മവീര്യത്തെയും ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമതയെയും ചോദ്യം ചെയ്തവർക്ക് കൃത്യവും ശക്തവുമായ മറുപടിയാണ് ഈ അറസ്റ്റിലൂടെ നൽകാനും സാധിച്ചത്. പിടിക്കാമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന് വീമ്പു പറഞ്ഞ കുറ്റവാളിയോട് ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് മുന്നറിയിപ്പ് നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രമസമാധാന പാലനത്തിൽ തനിക്കുള്ള ഉറച്ച നിലപാട് കൂടിയാണ് തെളിയിച്ചതും. പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഒരു അടിയന്തര ആക്ഷനായി മാറിയ ഈ മിന്നൽ അറസ്റ്റോടെ കേരള പോലീസിന്റെ ഇമേജും ഗ്രാഫും ഒരുപോലെ ആകാശത്തോളം ഉയർന്നു. ക്രിമിനലുകളോട് യാതൊരു ദാക്ഷിണ്യവുമില്ലെന്ന ശക്തമായ സന്ദേശം നൽകിയതോടെ UDF സർക്കാരിനും ഈ സംഭവം ഇരട്ടി ഊർജമായി മാറിയിരിക്കുകയാണ്. ഈ മാസ് ഓപ്പറേഷന് പിന്നാലെ സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് വരുന്നത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. സെയ്വറുതേൻ സൊൽവേൻ സൊൽവതേ സെയ്വേൻ എന്ന സിനിമാ ഹിറ്റ് ഡയലോഗ് ഉദ്ധരിച്ചുള്ള രാഹുലിന്റെ വരികൾ നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായതും. ചെയ്യുന്നതേ പറയൂ, പറയുന്നത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തെളിയിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉറച്ച നിലപാടുകളെ പിന്തുണച്ച് മാങ്കൂട്ടത്തിലിനെ പോലെ ആയിരക്കണക്കിന് ആളുകളാണ് പോസ്റ്റിന് താഴെ ലൈക്കും ഷെയറുകളുമായി എത്തിയതും. നിയമത്തെയും ഭരണ സംവിധാനത്തെയും അപമാനിക്കാൻ തുനിയുന്ന മറ്റ് സോഷ്യൽ മീഡിയ ആയങ്കിമാർക്ക് വലിയൊരു പാഠമായി മാറി ഈ അറസ്റ്റ്. വേഷം മാറി ഒളിവിലിരുന്നാലും നിയമത്തിന്റെ നീണ്ട കരങ്ങൾ ഏതൊരു കുറ്റവാളിയുടെയും കഴുത്തിലെത്തുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇവിടെ എന്താണെങ്കിലും ചെന്നിത്തലയുടെയും UDF-ന്റെയും ഗ്രാഫ് കുത്തനെ ഉയരുകയാണ്. ഒപ്പം വിജയന്റെ പിടിവിട്ട പോലീസിന്റെയും. ലൈറ്റ് കൊടുക്കണം കൊടുത്തു സാർ.
സാറേ കുറച്ച് ദിവസം എടുക്കുമോ? എടുക്കണോ? ഇല്ല അലമ്പാക്കുന്നില്ല. ഇല്ല കേറില്ല. ഇല്ല മഴ ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. എല്ലാവരുടെയും കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. എൻ്റയർ സ്റ്റേറ്റ് പോലീസിൻ്റെ കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. ADG ലോ ആൻഡ് ഓർഡർ വിജയൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 വെല്ലുവിളിച്ചു. ഞങ്ങൾ എപ്പോഴാണ് കണ്ണൂരിലെത്തിയത്? അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് 4 പറയാം. 4 പറയാം. 4 പറയാം.